പാവയ്ക്കയും മുട്ടയും വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു അടിപൊളി രുചിക്കൂട്ടാണ് റെഡിയാക്കാനായിട്ട് പോണത്. പൊതുവെ പാവക്ക അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൈപ്പങ്ങ എന്നൊക്കെ പറയും, അത് കഴിക്കാൻ എല്ലാവർക്കും മടിയാണല്ലേ. കയ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പൊതുവെ അത് ഒഴിവാക്കും. എന്നാലും മുതിർന്നവർ ചിലരൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ടും കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള പാവക്ക നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കിയാലും കയ്പാണല്ലേ. ഞങ്ങളിതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒട്ടും നമുക്ക് കയ്പങ്ങയുടെ ഗുണം നഷ്ടപ്പെടാതെ നല്ല രുചിയിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുക, ചപ്പാത്തിക്ക് പറ്റും, കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ അത്യാവശ്യം വലിയൊരു പാവക്ക എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ വലുതായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല, ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. കാരണം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു കൂട്ട് ഒന്നും കൂടി രുചി കൂടുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും, നല്ല വീഡിയോ അല്ലേ, എല്ലാവരും ലൈക്കൊക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം, ആരും മറക്കല്ലേ. അങ്ങനെ അതാ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ചോപ്പ് ചെയ്തു. ബാക്കിയുള്ളതും കൂടി ഇതിലോട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഞാൻ എന്താ അവിടെ ചോപ്പ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കൂട്ടൊക്കെ റെഡിയാക്കണം കേട്ടോ. നമ്മൾ ആ ഒരു നാടൻ രുചിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, 1 or 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു വലിയുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് കരുതിയിട്ട് ഒരുപാട് ബ്രൗൺ കളറാകുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് വാടിക്കുഴഞ്ഞ് കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഒട്ടും കയ്പില്ല എന്ന നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു തോരൻ എന്ന് പറയാം. എന്താ പറയുക, തോരൻ എന്ന് പറയാം, കൂട്ടാൻ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അതാ പാവയ്ക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പാവക്ക ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവി കയറുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ പാവക്ക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ, വേറെ ഒന്നുമല്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കായാലും എല്ലാവർക്കും കൊടുക്കുമ്പോഴും അവർ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും. അതിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതുമില്ല കേട്ടോ. അത്രയും സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഞാനവിടെ 2 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഒരു പിടി തേങ്ങയും അതിലോട്ട് നമ്മൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒപ്പം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. എല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചെറിയുള്ളിയും പച്ചമുളകും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ചതച്ചെടുത്താൽ മതി, ഒത്തിരി പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കരുത്. അപ്പോഴേക്കും തന്നെ നമ്മൾ പാവക്കത അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാവയ്ക്ക് ഒരു പിടി തേങ്ങ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഡയറ്റ് നോക്കുന്നവരും വെയിറ്റ് കുറയാനൊക്കെ ആയിട്ട് ഇതുപോലെ പച്ചക്കറി കഴിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവർക്കും ഇത് റെഡിയാക്കാം. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു തേങ്ങയുടെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. നമുക്കറിയാം മുട്ടയൊക്കെ വെയിറ്റ് കുറയുന്ന സംഭവമാണല്ലേ. മുട്ടയിലൊക്കെ ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കയ്പ്പ് രസം ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോണത് മുട്ടയാണ്. അപ്പോൾ 1 or 2 മുട്ട ചേർത്ത് കൊടുത്ത് നമുക്കിത് റെഡിയാക്കിയെടുക്കാം.
ഈ ഒരു തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വേണമെങ്കിൽ അടച്ച് വെക്കാം കേട്ടോ. ഈ തേങ്ങയുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും എരിവും പുളിയൊക്കെ, പുളിയില്ല എരിവും ഒക്കെ നമ്മൾ ഈ ഒരു പാവക്കയിലോട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തുള്ളൂ, ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് വേവാനും നമ്മൾ ഈ ഒരു ഇതിന് ടേസ്റ്റിനും ആ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതിയാകും. ഉപ്പ് ഈ ഒരു ടൈമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിലോട്ടാണ് ഞാനിവിടെ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാനായിട്ട് പോണത്. 1 അല്ലെങ്കിൽ 2 കോഴിമുട്ട നമുക്ക് എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്, അതനുസരിച്ച് ചെയ്യാം. ശരിക്കും ഒരു പാവക്കയിലോട്ട് 1 കോഴിമുട്ട മതി. ഞാൻ അത്യാവശ്യം വലിയൊരു പാവക്കായതിൻ്റെ പേരിലാണ് ഇവിടെ 2 കോഴിമുട്ട എടുക്കുന്നത്. വേണമെന്നുള്ളത് ഇച്ചിരി ഓയിലൊന്ന് അതിൻ്റെ സെൻറ്ററിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 2 കോഴിമുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു മുട്ടയിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയം ഒരു ഇച്ചിരി ഉപ്പും വേണമെന്നുള്ളവർക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താലും നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് അതിലോട്ടൊരു ഇത്തിരി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഈ ഒരു മുട്ട ഇതുപോലെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. തീ പെട്ടെന്ന് കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു മുട്ട ഇങ്ങനെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും, പിന്നെ ഒരു കരിഞ്ഞ ചുവയായിരിക്കും, പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുട്ട ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി വേവിച്ചെടുക്കാം. നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കല്ലേ. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. മുട്ടയും പാവയ്ക്കൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു കുഴഞ്ഞു പോയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്തായാലും 100% കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത്തിരി പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിതിലോട്ട് എരിവിന് ആവശ്യത്തിന് 1 പച്ചമുളകും 2 വറ്റൽമുളകും മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ വലിയൊരു എരിവൊന്നുമില്ല, ഒരു മീഡിയം എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. കുറഞ്ഞൊരു എരിവും ഒക്കെ കൂടിയിട്ട് ഇതിങ്ങനെ വെറുതെ ഒരു പ്ലേറ്റിലോട്ട് വിളമ്പിയിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറോ കഞ്ഞിയോ ഒന്നും വേണ്ട കേട്ടോ. ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈമിലൊക്കെ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ, ചിലർക്ക് മധുരം ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരം തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുപടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതാ ഗ്യാസ് ഓഫാക്കാനായിട്ട് പോവുകയാണ്. അതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള ചോറിലോട്ട് 1, 2, 3 ടീസ്പൂൺ വിളമ്പിയിട്ട് നല്ല ചൂടുള്ള ചോറിലോട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇത് മാത്രം മതിയാവും കേട്ടോ നമുക്ക്. ഇതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു കറി തരേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. സിമ്പിളല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ നല്ല രുചിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് ചോറ് എടുക്കട്ടെ. ചോറ് തിന്നാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ഇച്ചിരി ചോറൊക്കെ എടുത്തിട്ട് നല്ല ചോറിലൊക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറിന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തി, ദോശ, അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഈ റെസിപ്പി. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ കഴിക്കുന്ന സമയത്ത് വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. ഒട്ടും കഴിപ്പില്ല. 100% ഞാൻ പറയാണ്, ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒട്ടും കഴിപ്പില്ല. പിന്നെ 2 പോലെയുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, ഒന്ന് നല്ല പച്ചയുള്ളതുണ്ട്, വെള്ള കളറായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏത് എടുത്തുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഏറ്റവും കയ്പുള്ളത് നല്ലൊരു പച്ച കളറുള്ളതാണല്ലേ, അതാണ് കൂടുതൽ കയ്പ്. എങ്കിലും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാതെ കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കും.
ഇൻഷാ അല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.